മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ നിയമാവർത്തനം 6:17, ഡ്യൂട്രോണമി ചാപ്റ്റർ 6:17, നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം. ലോകപ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന ബിഥോവൻ മറവിയുടെ ഗുരുവായിരുന്നു. ഒരിക്കൽ ഹോട്ടൽ കയറി ബിഥോവൻ ചിന്തയുടെ ലോകത്തമർന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യാത്തതുകൊണ്ട് വെയിറ്റർ വേറെ ആളെ തിരഞ്ഞു പോയി. 1-2 ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ട് ബിഥോവന്റെ അടുത്തെത്തി. തൊട്ടു വിളിച്ചപ്പോഴാണ് അയാൾ ചിന്തയിൽ നിന്നുണർന്ന് ചുറ്റും നോക്കിയ ബിഥോവൻ പറഞ്ഞു, "ഓ, നേരം പോയത് അറിഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞിട്ടും എന്റെ ബില്ല് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇരുന്നത്. താങ്കൾ അതിന് ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ." സപ്ലയർ സൗമ്യതയോടെ പറഞ്ഞു. എളിഭ്യതയോടെ ബിഥോവൻ ചിരിച്ചു. "ഓ, എങ്കിൽ എന്തെങ്കിലും വേഗം എടുത്തുകൊണ്ട് വരൂ." ചിരി നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു അപ്പോൾ സപ്ലയർ. അതെ, ബുദ്ധിമാൻ തനിച്ചിരിക്കുമ്പോഴും ഒറ്റയ്ക്കല്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും നമ്മൾ ജാഗരൂകതയോടെ പാലിക്കണം. പലപ്പോഴും ഞാനും നിങ്ങളും മറവിയുടെ ഒരു രോഗത്തിലാണ്. കർത്താവ് പറഞ്ഞത് ഓർക്കേണ്ട സമയങ്ങളിൽ ഓർക്കാതെ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നതാണ്. അതിനിട വരാതിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.